നിതിൻ നബീൻ ബിജെപിയുടെ പുതിയ ദേശീയ അധ്യക്ഷനാകും. ഔദ്യോഗിക പ്രഖ്യാപനം നാളെയുണ്ടാകും. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ നിതിൻ നബീനു വേണ്ടി മാത്രമാണ് നാമനിർദ്ദേശ പത്രിക ലഭിച്ചിട്ടുള്ളതെന്ന് സംഘടനാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കെ ലക്ഷ്മൺ MP അറിയിച്ചു. 37 സെറ്റ് നോമിനേഷനുകളാണ് നിതിൻ നബീന്റെ പേരിൽ ലഭിച്ചത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ ആരാകുമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിച്ചിരിക്കുകയാണ്. ദേശീയ അധ്യക്ഷൻ എന്ന പദവിയിലേക്ക് നിലവിലെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബീന്റെ പേരിൽ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക ലഭിച്ചിട്ടുള്ളതെന്ന് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള റിട്ടേണിംഗ് ഓഫീസർ കെ ലക്ഷ്മൺ MP അറിയിച്ചു. 37 സെറ്റ് നാമനിർദ്ദേശ പത്രിക ലഭിച്ചതായും ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇന്ന് 2 മണി മുതൽ 4 മണി വരെ സംസ്ഥാന ഘടകങ്ങൾ റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. കേരളത്തിൽ നിന്നും 20 അംഗ പ്രതിനിധി സംഘമാണ് എത്തിയത്. കേരളത്തിൽ നിന്നുള്ള 20 പ്രതിനിധികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വോട്ട് രേഖപ്പെടുത്തി ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരുടെ വോട്ടിന് രേഖപ്പെടുത്തി കഴിഞ്ഞു. നാളെയാണ് ഫൈനലായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവുക. അപ്പോൾ എന്തായാലും വലിയ സന്തോഷം, ഞങ്ങളും കാത്തിരിക്കുകയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ രാജ്യത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അധ്യക്ഷൻ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ആരായാലും വരിക. സംസ്ഥാന ഘടകങ്ങളുടെ പിന്തുണയോടെ ഒരാളെ ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കുന്നതാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് രീതി. 36 സംസ്ഥാന ഘടകങ്ങളുള്ളതിൽ 30 ഇടങ്ങളിലും സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിറകെയാണ് ദേശീയ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ BJP പുതിയ ദേശീയ അധ്യക്ഷനെ നാളെ പ്രഖ്യാപിക്കും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പുതിയ നേതൃത്വത്തിനു മുൻപിലെ ആദ്യ കടമ്പ. ഡൽഹിയിലെ BJP ആസ്ഥാനത്തിന് മുൻപിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.